അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷരീഫ് അള്ളാഹുവിൻ്റെ റഹ്മത്തും സക്കീനത്തും ബർക്കത്തും ഇറങ്ങുന്ന അള്ളാഹുവിൻ്റെ വീട് എന്നറിയപ്പെടുന്ന മഹത്തായ ഒരു സ്ഥലമാണ്. എന്നാൽ ആ കഅബയുടെ പരിസരത്തും വലിയ ബർക്കത്തുള്ള സ്ഥലമാണ് എന്നതിൽ ആർക്കും തന്നെ തർക്കമില്ല. ഞാൻ പുതുതായിട്ടുള്ള എൻ്റെ വകയായി ഒരു ഇൽമു പറയുന്നതല്ല. പല കിതാബുകളിലും കണ്ടതനുസരിച്ച് ഞാൻ പറയുകയാണ്. ആ കഅബത്തിൻ്റെ പരിസരത്ത് ഒരുപാട് അമ്പിയാക്കന്മാരുടെ ഖബറുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. സെൽഫി എടുക്കുന്ന ആളുകളും വീഡിയോ ചെയ്യുന്ന ആളുകളും അതുപോലെ തന്നെ അതബില്ലാതെ പെരുമാറുന്ന ആളുകളും ധാരാളമായി കാണാം. കാരണം ഉംറയെ അല്ലെങ്കിൽ കഅബ ഷരീഫിനെ ഒരു വിസിറ്റ് കേന്ദ്രമായി അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രമായി കണക്കിലെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ എത്തിയാൽ കരയാത്ത ആളുകളില്ല. അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറയാത്ത ആളുകളില്ല. എല്ലാം മറന്നുകൊണ്ട് റബ്ബിലേക്ക് ചിന്തിക്കുന്ന ഒരു സ്ഥലമാണ്. ആ കഅബയുടെ പരിസരത്ത് ഒരുപാട് പ്രവാചകന്മാരുടെ ഖബറുണ്ട് എന്നുള്ളതാണ്. ഹാസിയത്തുൽ ജമലിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. വറവൽ ഹസനുൽ ബസരി, ഇമാം ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഖബ്റ നൂഹിൻ വ ഹൂദിൻ വ ശുഐബിൻ വ സ്വാലിഹിൻ ഫീമാ ബൈന റുക്നി വൽ മഖാമി വ സംസം. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറും ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറും ശുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറും സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഖബറും പരിശുദ്ധ കഅബയുടെയും മഖാം ഇബ്രാഹിമിൻ്റെയും സംസം കിണറിൻ്റെയും ഇടയിലാണുള്ളത് എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു കസീർ താരീഖിൽ റിപ്പോർട്ട് ചെയ്തതായി കാണാം. ഖാലൽ ഹാഫിദ് ഇബ്നു കസീർ ഫി താരീഖിഹി, തൻ്റെ താരീഖിൽ ഹാഫിദ് ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്ത സംഭവം കാണാം. വ അമ്മാ ഖബ്റുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറവ ഇബ്നു ജരീർ വൽ അസ്റഖി അൻ അബ്ദുറഹ്മാൻ ഇബ്നു സാബിത്ത് വ ഗൈരിഹി മിന താബിഈന മുർസലായി തന്നെ ഇബ്നു ജരീറും അസ്റഖി ഇമാം അസ്റഖിയും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് തൻ്റെ താരീഖിൽ ഹാഫിദ് ഇബ്നു കസീർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന ഖബ്റ നൂഹ് അലൈഹിസ്സലാം ബിൽ മസ്ജിദുൽ ഹറാം, നൂഹ് അലൈഹിസ്സലാമിൻ്റെ ഖബർ മസ്ജിദുൽ ഹറാമിലാണുള്ളത്. വാദ അഖ്വ, ഇത് പ്രബലമായ അഭിപ്രായമാണ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുർറുൽ മൻസൂർ എന്ന കിതാബിൽ വളരെ വ്യക്തമായി തന്നെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ അഖ്റജ ഇബ്നു അസാക്കിർ അൻ ഇബ്നു സാബിത്തിന് റളിയല്ലാഹു അൻഹു തൊട്ട് ഇബ്നു അസാക്കിർ പുറപ്പെടുവിക്കുന്ന ഒരു ഹദീസ്. കാല, അദ്ദേഹം പറയുന്നു, ബൈനൽ മഖാമി വ സംസം ഖബ്റു 79 നബിയ. കഅബയുടെയും മഖാം ഇബ്രാഹിമിൻ്റെയും സംസം കിണറിൻ്റെയും ഇടയിൽ 79 അമ്പിയാക്കന്മാരുടെ ഖബറുകളുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വ അന്ന ഖബ്റ നൂഹ് വ ഹൂദിൻ വ ശുഐബിൻ വ സ്വാലിഹിൻ വ ഇസ്മായിൽ. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെയും ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെയും ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെയും സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ഖബർ ഫീ തിൽഖൽ ബുഖ്ഹ, ആ കഅബയുടെ പരിസരത്താണുള്ളത്. ദുറുൽ മൻസൂറിൽ എടുത്തു നോക്കിയാൽ ഈ സംഭവം കാണാം. അതുപോലെ തന്നെ തഫ്സീർ തബ്രിയിലും ഈ സംഭവം പറയുന്നുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഖുബിറ വഖാല ബഅദുഹും ഖുബിറ ഫീ 99 നബിയ്യ മിൻഹും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ അടങ്ങുന്ന 99 പ്രവാചകന്മാരുടെ ഖബർ അവിടെയുണ്ട് എന്ന് കാണാം. അതുകൊണ്ട് കഅബയും കഅബൻ്റെ പരിസരത്തും ദുആക്ക് ഇജാബത്തുള്ള സ്ഥലമാണ്. എന്ത് വേണമെങ്കിലും റബ്ബിനോട് ചോദിക്കാം. റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്, ബർക്കത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്.
ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമാണ്. അല്ലാഹു തആല കഅബയിൽ തവാഫ് ചെയ്യാൻ, പുണ്യസ്ഥലങ്ങളെ കാണാൻ നമുക്കൊക്കെയും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.